ഹലോ ഗുഡ് മോർണിംഗ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു കേക്ക് ഉണ്ടാക്കിയ ഒരു കഥയാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം 3 പേര് ഒരുപോലെ ഇഷ്ടത്തോടെ കഴിക്കുന്നൊരു സംഭവമാണ് കേക്ക്. അപ്പോൾ ഓവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവൻ ഉണ്ടെങ്കിലും ഞാൻ ഉപയോഗിക്കലില്ല. അപ്പോൾ ഒരു ഓവൻ വാങ്ങിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരുപാട് നാളായി അതിൻ്റെ പുറകെ നടക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മളൊരു ഓവൻ വാങ്ങി, പാനസോണിക്കിൻ്റെ OTG പ്ലസ് മൈക്രോവേവ് രണ്ടും കൂടി വരുന്ന ടൈപ്പ് ഒരു ഓവൻ വാങ്ങി. അപ്പോൾ എൻ്റെ സിസ്റ്റർ സൗദിയിലാണ്, ആൾ ഒരു ബേക്കറാണ് കേട്ടോ. അപ്പോൾ നീ വാങ്ങ്, റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്താണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു നോർമൽ ടീ കേക്കാണ് എൻ്റെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് ഫ്ലോപ്പായി പോയി, പക്ഷേ റെസിപ്പി എന്തായാലും പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും സോൾട്ടും ഒരു അരിപ്പയിൽ ഒന്ന് സീവ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തൊരു ബൗളിൽ വെക്കും. ഒരു പാനിൽ 1/2 കപ്പ് പാല്, അതിലേക്ക് 70 ഗ്രാം ബട്ടറും കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി, ബട്ടർ മെൽറ്റ് ചെയ്യുന്ന പാകത്തിന് ചൂടാക്കി അതൊന്ന് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് 3 മുട്ട, 1/4 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും നല്ലപോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആവുന്ന വരെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ മൈദയുടെ മിക്സ് ഒരു 3 തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ സംഭവം റെഡിയായി. ഒരു 170 ഡിഗ്രിയിൽ 30 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ കേക്കിൻ്റെ ഒരു ടെക്സ്ചർ അട്ടർ ഫ്ലോപ്പായിരുന്നു. സംഭവം സോഫ്റ്റൊക്കെ ആണെങ്കിലും സെറ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ, പൊങ്ങിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമായിട്ട്, മക്കൾ ചോദിക്കുന്നത് എന്ത് കേക്കാണോ ഉമ്മി എന്നൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചെങ്കിലും അവർക്കതൊരു പ്രശ്നമല്ലായിരുന്നു കേട്ടോ. അതേ ഒരു പീസ് ഒഴിച്ച് ബാക്കിയെല്ലാം ആ സെക്കൻഡിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. മക്കൾ ലഞ്ച് കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ സംഭവം ഫ്ലോപ്പായി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഇൻട്രസ്റ്റ് ആയി, എന്തായാലും അടുത്തതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി, കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു ബൗളിൽ തന്നെയാണ്. അപ്പോൾ ഫ്ലോർ 1 കപ്പ്, കൊക്കോ പൗഡർ 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, പൗഡേർഡ് ഷുഗർ 1/2 കപ്പ്. ആ സെയിം ബൗളിലേക്ക് തന്നെ ഒരു ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ വാനില വിനീഗറിൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ 3 മുട്ട, വാനില എസൻസ്, പിന്നെ 1/4 കപ്പ് ഹോട്ട് വാട്ടർ, 1 കപ്പ് ഓയിൽ, എല്ലാം അതിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്. കപ്പ് കേക്കിൻ്റെ ഒരു ട്രേയും പിന്നെ അതേപോലെ കുറച്ച് മോൾഡുകളും എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവൻ വാങ്ങിയ ഉടനെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ്. ഒരു 20 to 25 മിനിറ്റിനുള്ളിൽ റെഡി ആയിട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയത്, ഒരുപാട് ഷുഗർ ആഡ് ചെയ്യുന്നത് നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. 1.5 കപ്പ് 2 കപ്പോളം ഷുഗർ ആഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇത്രയും ഷുഗറൊക്കെ ആണല്ലോ നമ്മളൊരു കേക്ക് കഴിക്കുമ്പോൾ അകത്തേക്ക് പോകുന്നത് എന്നുള്ളൊരു തോട്ടാണ് കേട്ടോ എനിക്ക് വന്നത്, മക്കൾക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും. അപ്പോൾ ഇതിന് പകരമായിട്ട് എന്ത് ആഡ് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ഷുഗറാണ് അതിൽ ആഡ് ചെയ്യേണ്ട വരികയെന്ന്. പിന്നെ ഓവൻ ഇല്ലാത്തതുകൊണ്ട് രാത്രിയിൽ റൈസൊക്കെ ചൂടാക്കലൊക്കെ എനിക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ ഓവൻ വാങ്ങിക്കാൻ വിചാരിച്ചത്. മൈക്രോവേവ് ചെയ്തെടുക്കുമ്പോൾ 1 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേനും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നല്ല സ്മെല്ല് വന്നതുകൊണ്ട് ഇന്നും കേക്ക് ഉണ്ടാക്കിയോന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഓടി വരുന്നത്. അപ്പോൾ ഇവർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുകളിൽ ചെറിയൊരു ഹാർഡ്നെസ്സും അടിയിൽ നല്ല സോഫ്റ്റായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ വന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കേക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും മക്കളത് കഴിച്ച് 2 ദിവസത്തിനുള്ളിൽ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സ്കൂളിലൊന്നും കൊടുത്തു വിടാൻ പറ്റിയില്ല, വീട്ടിൽ തന്നെ അങ്ങനെ അങ്ങോട്ട് കഴിച്ച് തീർക്കുമായിരുന്നു. അപ്പോൾ ചെറിയ ആൾ വാനില കപ്പ് കേക്കാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ കളറ് മാറിയിട്ടാന്ന് തോന്നുന്നു കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റവർ അപ്പോൾ തന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ്
ഇരുന്ന് കഴിച്ചു. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ അപ്പം തന്നെ കഴിച്ച് തീർക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫ്ലോപ്പായത് നോക്കണ്ട കേട്ടോ, നല്ല സക്സസ്ഫുൾ റെസിപ്പിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ, താങ്ക് യു.